അസറ്റ് മാനേജ്മെന്റ് കമ്പനിക്കെതിരെ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിൽ പരാതി നൽകി എസ്എൽ ഗ്രൂപ്പിലെ കോണ്ടി ഇൻഫ്രാ പവർ ആൻഡ് മൾട്ടി വെഞ്ചർ കമ്പനി 2019 ഏപ്രിലിൽ ഏർപ്പെട്ട കരാറുമായി ബന്ധപ്പെട്ട പണം നൽകിയില്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് കോണ്ടി ഇൻഫ്രാ പവർ ആൻഡ് മൾട്ടി വെഞ്ചർ NCLTയെ സമീപിച്ചത്. കരാർ പ്രകാരം ലഭിക്കേണ്ട തുക ലഭ്യമായില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കൊട്ടക് അസറ്റ് മാനേജ്മെന്റ് കമ്പനിക്കെതിരെ എസ്എൽ ഗ്രൂപ്പിലെ കോണ്ടി ഇൻഫ്രാ പവർ ആൻഡ് മൾട്ടി വെഞ്ചർ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിനെ സമീപിച്ചത്. 2019 ഏപ്രിൽ 6 ഏർപ്പെട്ട കരാർ പ്രകാരം 12.99 കോടി രൂപ കൊട്ടക് AMC എസ്എൽ ഗ്രൂപ്പ് കമ്പനിക്ക് നൽകേണ്ടിയിരുന്നു. ഇതിനായി സി എന്റർടൈൻമെന്റ് എന്റർപ്രൈസസ് ലിമിറ്റഡിന്റെ 20 കോടിയുടെ നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചർ കൊട്ടക് AMC വാങ്ങിയിരുന്നു. എന്നാൽ ഈ പണം തിരിച്ചു നൽകുന്നതിൽ കൊട്ടക് AMC വീഴ്ച വരുത്തുകയായിരുന്നു. 2025 ഫെബ്രുവരി 19 പണം നൽകണമെന്ന് ആവശ്യപ്പെട്ട് കൊട്ടക് AMCക്ക് എസ്എൽ ഗ്രൂപ്പ് കമ്പനി ഡിമാൻഡ് നോട്ടീസ് അയച്ചിരുന്നു. പണം ലഭ്യമാകാതെ വന്നതോടെ വീണ്ടും പണം നൽകണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും കൊട്ടക് AMC പണം നൽകിയിരുന്നില്ല. 2022 ജൂലൈ 6 പണം ആവശ്യപ്പെട്ട് എസ്എൽ ഗ്രൂപ്പ് കമ്പനി കൊട്ടക് AMCക്ക് ആദ്യ കത്ത് നൽകിയത്. എന്നാൽ അതേ വർഷം ജൂലൈ 28 ലഭിച്ച കൊട്ടക് AMCയുടെ മറുപടി പ്രകാരം സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ പരിശോധന കഴിഞ്ഞില്ലെന്ന വാദമാണ് ഉന്നയിച്ചത്. എന്നാൽ 2023 മാർച്ച് 28 റിപ്പോർട്ട് പ്രകാരം സെബിയുടെ പരിശോധന പൂർത്തിയായെന്ന് വ്യക്തമായി. അടുത്ത മാസം 10 വിഷയത്തിൽ NCLT വാദം കേൾക്കും. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.